അഡ്വക്കേറ്റ് KNS ഖാദർ സാഹിബിൻ്റെ ബഹുമാന്യനായ സൂഫി സാഹിബ്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഉമർ റബക്കൻ, ഈ വേദിയിൽ സന്നിഹിതരായ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും NOSF-ൻ്റെയും KMCC-യുടെയും STU-ൻ്റെയും എല്ലാം ആദരണീയരായ നേതാക്കന്മാരെ, എത്രയും ആദരണീയരായിട്ടുള്ള കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിം ലീഗിൽ നല്ലൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരം പിടിച്ചെടുക്കാനുള്ള മത്സരമല്ല. മുസ്ലിം ലീഗിൻ്റെ ഈ 16 മണ്ഡലങ്ങളിൽ ആർക്കാണ് കൂടുതൽ ശക്തി എന്ന് തെളിയിക്കാനുള്ള മത്സരമാണ് നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിൽ മങ്കട മണ്ഡലം നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ തോന്നുന്നത്. ഞാനും ഖാദർ സാഹിബും ഒക്കെ മലപ്പുറത്തെ സമ്മേളനം കണ്ട് വന്നവരാണ്. മലപ്പുറം സമ്മേളനം നല്ലതാണ്, മങ്കട സമ്മേളനം നല്ലതാണ്. ഈ 16 മണ്ഡലം സമ്മേളനങ്ങളിൽ ഏതെങ്കിലും ഒരു സമ്മേളനത്തിന് സമ്മാനം കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഒരുപാട് വിഷമിച്ചു പോകും എന്നാണ് എൻ്റെ തോന്നൽ. അത്ര ആവേശകരമായി നമ്മുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തെ തുടർന്നുള്ള സമ്മേളനങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആവേശം കൊള്ളിക്കാൻ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവും ഈ സദസ്സിൽ നൃത്തം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ വന്നില്ലാരും ഇന്ന് വരെ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ശ്രീമതി ടീച്ചർ തൃശ്ശൂരിൽ ഡാൻസ് ചെയ്ത് നിങ്ങളൊക്കെ കണ്ടതാണ്. ആ ഒരു ഗതികേട് ഈ പ്രസ്ഥാനത്തിനില്ല എന്നുള്ളതാണ് ഏറ്റവും ആവേശകരമായ ഒരു കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്ന ഒരു പുതുമുഖക്കാരനാണ് ഞാൻ. ഒരുപാട് പ്രായമായിട്ടില്ല, 8 മാസം 6 ദിവസം ഇതാണ് മുസ്ലിം ലീഗിലെ എൻ്റെ വയസ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും എവിടെ വിളിച്ചാലും ഞാൻ ആർത്തിയോടുകൂടി അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളോട് പ്രസംഗിക്കാനല്ല, യഥാർത്ഥത്തിൽ നിങ്ങളെല്ലാവരും കാണാനും മുസ്ലിം ലീഗിന്റെ ആദരണീയരായിട്ടുള്ള നേതാക്കന്മാർ പറയുന്നത് കേൾക്കാനും അത് മനസ്സിലാക്കാനും മുസ്ലിം ലീഗിന് കൂടുതൽ അറിയാനുമുള്ളൊരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, 38 വർഷക്കാലം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിച്ച എന്നെ പോലെ ഒരാൾക്ക് എൻ്റെ ശിഷ്ട ജീവിതം മുഴുവൻ ഞാൻ ചെലവഴിച്ചാലും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള എൻ്റെ പഠനം പൂർത്തിയാവില്ല എന്ന കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. എന്ന് മാത്രമല്ല, ഞാൻ മുസ്ലിം ലീഗിൽ ഒരുപാട് കടപ്പെട്ട ഒരാളാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെതിരായി മത്സരിക്കുക എന്നുള്ളതായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3 പ്രാവശ്യം മുസ്ലിം ലീഗ്, പിന്നെ ഏറ്റവും അവസാനം വയനാടിൽ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഷാനവാസ്, വയനാട്ടിൽ എനിക്ക് പോയതേ ഓർമ്മയുള്ളൂ, മടങ്ങിയത് എനിക്ക് ഓർമ്മയില്ല എന്നായിരുന്നു എൻ്റെ അവസ്ഥ. ആ യാത്രയെല്ലാം കഴിഞ്ഞ് ഞാൻ മുസ്ലിം ലീഗിനെ പോലെ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു. എന്നോട് മുസ്ലിം ലീഗിലെ നേതാക്കന്മാരും ആദരണീയനായിട്ടുള്ള ശിഹാബ്ദങ്ങൾ തൊട്ട് മുസ്ലിം ലീഗിലെ എല്ലാ പ്രവർത്തകരും MSF-ന്റെ പ്രവർത്തകരടക്കമുള്ള സ്നേഹിതന്മാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റാഹത്തല്ലേ എന്നാണ് ആ ചോദ്യം. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി
സന്തോഷം കൊണ്ട്, സ്നേഹം കൊണ്ട്, സഹോദര്യം കൊണ്ട്, ബഹുമാനം കൊണ്ടൊക്കെ തന്നെ ഈ കഴിഞ്ഞ 5-8 മാസക്കാലമായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എന്നെപ്പോലുള്ളവരെല്ലാം തന്നെ വീർപ്പ് മുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എന്നോട് പലരും ചോദിച്ചു, 10-38 വർഷക്കാലം അവിടെ പ്രവർത്തിച്ച്, അതും ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച് വളർന്നൊരു പക്ഷേ എന്റെ ഭാഗ്യം കൊണ്ടോ മറ്റോ ഞാൻ ഒരുപാട് ഉയരങ്ങളിലെത്തി. ആ ഉയരങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മുസ്ലിം ലീഗിനെ പോലെ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് എന്ന് എന്നോട് പല സ്നേഹിതന്മാരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും ലളിതമായി അവരോടൊക്കെ ഒരു മറുപടി പറഞ്ഞു. ഞാൻ മുസ്ലിം ലീഗിനെതിരായി മത്സരിച്ച് അവസാനം ഞാനൊരു മുസ്ലിം ലീഗുകാരനായി മാറി എന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ രാഷ്ട്രീയ കാരണങ്ങൾ അതല്ലായിരുന്നു. എന്റെ രാഷ്ട്രീയ കാരണങ്ങൾ, നമ്മുടെ രാജ്യത്തൊരു മുസ്ലിം രാഷ്ട്രീയമുണ്ട്, ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം,